അല്ല അൻവി എന്താ പരിപാടി? ഏത്? ഓ എന്താ യെല്ലോ ഇല്ല? അതാ യെല്ലോ അല്ലേ? അത് ഓറഞ്ച് തന്നെ എടുത്തോ. ആമിന്റെ നോക്കട്ടെ ഫ്ലവേഴ്സ്. വാവ്, നൈസ് ഫ്ലവർ. ഏത് മിഡില്ല? ലൈറ്റ് പിങ്ക്. അതാ ലൈറ്റ് പിങ്ക്. ആ ഓറഞ്ച് കൊടുത്തോ. എങ്ങനെ? നല്ല രസമുണ്ട് ആമി. ആമിക്ക് ഇതെല്ലാം ആരാ പഠിപ്പിച്ചെന്നേ? വാവ്, മൈൻഡിലാ. മൈൻഡ് ബ്ലോയിങ്. ഇവിടെ വന്നോണ്ടല്ലേ ആമിക്ക്, ഇവിടെ വന്നോണ്ട് ഇതെല്ലാം തന്നേ അമ്മമ്മ. എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് എല്ലാം തന്നേ അല്ല. ഹലോ, ഹായ്. നൈസ്. പക്ഷെ ഈ ഗമ്മോണ്ട് ഇട്ടാൽ നല്ലോണം സ്റ്റിക്കാവുക. അതിൻ്റെ മേലെ ഫ്രെയിം ചെയ്യണം ഗ്ലാസ് വെച്ചിട്ട്, എന്നാലേ അത് വീഴൂല അല്ലേ? മറ്റേ ഗ്ലൂ വേണം അല്ലേ? പക്ഷെ പപ്പ ആ ഗ്ലൂ എടുക്കണ്ട പറഞ്ഞിന്, കൈക്കാവുന്നായിട്ടല്ലേ? അച്ഛമ്മേൻ്റെ വീട്ടിൽ പോയിട്ട് എന്തെല്ലാം ചെയ്ത നീ? കൊറേ ഉണ്ടോ ചാമ്പക്ക? പേരക്ക ഉണ്ടായില്ല? പേരക്കയോ? പേരക്ക അന്ന് ഇവിടെ പെയിന്റ് അടിക്കാൻ വന്ന ആളില്ലേ, പേരക്കെല്ലാം പ്ലാസ്റ്റിക് സഞ്ചി കൊണ്ട് കവർ ചെയ്ത് വെച്ചിട്ട് എല്ലാം പഴുത്തിട്ടുണ്ട്. പേരക്ക ഇടിയുണ്ട് മോളെ. ആമിക്കണ്ണേ അച്ഛ വീഡിയോ ചെയ്യുന്ന അതുകൊണ്ട് വരാൻ പറ്റൂല. ചേച്ച എന്താ പ്രശ്നം? ഫോൺ വെക്കാനാ? അച്ചാച്ചനെ കൊണ്ടാക്കാനോ? ഓ, വാക്കർ എടുത്തിട്ട് വരാം. അടിയുണ്ട് വാക്കർ. എടുത്താ നെക്സ്റ്റ് ജോബ് ഏറ്റെടുത്താ? അമ്മമ്മേനെ ഒന്നും ചെയ്യാൻ വിടൂല അല്ലേ? എന്ത് ആടെ കൂട്ടി വെക്കുന്നത് എന്താ? ആടെ കൂട്ടി വെച്ചാ ഇന്ന് ഫുള്ള് അടിച്ച് തീരുവാ 1 മണിയാകുമ്പോഴത്തേക്ക്. ഫോട്ടോസ് തെങ്ങിന് ഇട്ടിട്ടുണ്ട് അമ്മമ്മ വെള്ളം കേട്ടാ. തെങ്ങിന് ഇട്ടിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞാൽ ഓർപ്പിക്കണം കേട്ടാ. വാട്ടർ ഈസ് പ്രഷ്യസ്, യുനോ. അമ്മമ്മ എൻ്റെ കിണറിലെ വെള്ളമെല്ലാം തീർന്നു, ഓർമ്മയില്ലാണ്ട് ഇട്ട് വെച്ചാൽ കേട്ടാ. ആ മതി. ഇനി അമ്മമ്മ ആമി ഇങ്ങനെ അടിച്ചാൽ ഇന്ന് തീരൂല. അമ്മമ്മ കാണിച്ചു തരാം. എന്നാ ആ കാണിച്ചു തരാം. എന്നാ പിടിക്ക അമ്മമ്മ അവിടുന്ന് ഇത് ഈസ്റ്റ് വെസ്റ്റിലോട്ട് അടിക്കുക കേട്ടാ. പിന്നെ ഓക്കെ ഇങ്ങനെയാ
ഇത് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോവാ കേട്ടാ. ഇങ്ങനെ കുറച്ച് അമ്മമ്മ ആക്കാം. മൂക്കാവൂലപ്പാ. ആ ഇതാ ഇവിടെയെല്ലാം കച്ചറിയാതാ മതി. തേനേനെ അമ്മമ്മ ആക്കാം. നമ്മള് ടയേർഡായില്ലേ വാട്ടർ ചെടിക്ക് വാട്ടർ ചെയ്തിട്ട്. നമ്മൾ ഇതിനെക്കാട്ടും കൊറേ സമയം നമ്മൾ സ്കൂളിൽ കളിക്കുന്നുണ്ട്. അതെയാ, വെയിലത്തിൽ. വെയിലത്തിലാ കളിക്കുക. പിന്നെ പ്ലേ ഗ്രൗണ്ട് അല്ലേ വേലോ. ആ പ്ലേ ഗ്രൗണ്ട് വേലത്തിലല്ലേ. ആ പപ്പ വിളിക്കുന്നുണ്ട്. കൊണ്ട പപ്പ വിളിക്കുന്നില്ല. മാമ അതാ അതാ മമ്മ വിളിക്കുന്ന. ചിരിച്ചില്ല. റൂട്ടിന് നിനക്ക് മോളെ സ്റ്റെപ്പ് എന്നാ അങ്ങോട്ട് മൂവ് ചെയ്. ചില സ്ഥലത്ത് കുറേ ഒഴിക്കുന്നത്, ചില സ്ഥലത്ത് കുറച്ച് ഒഴിക്കുന്നു. എല്ലാത്തിനും കറക്റ്റായിട്ട് ഒഴിക്കട്ടെ കേട്ടാ. എവിടെ? ആ അതിന് കുറച്ച് മതി. പോട്ടിലുള്ളതിന് കുറച്ച് മതി. താഴെയുള്ളതിന് കൂടുതലാക്കും. ആരാ എന്ന് പറഞ്ഞ ആമ്പി? ആരാ എന്ന് പറയുന്ന? ആരെ? ആ മതി ഞാൻ അമ്മ ചെയ്യാം. കിട്ടിയതാ പറയുന്നത്. അത് മാവിൻ്റെ ഒരു ചില്ലയുണ്ടല്ലോ, ഒരു ബ്രാഞ്ച് നമ്മളെ വീട്ടിൻ്റെ റൂഫിലേക്ക് വരുന്നുണ്ടേനു. കണ്ട, വീട്ടിൻ്റെ റൂഫ് ടച്ച് ചെയ്യാനായപ്പോൾ അതിനെ കൊത്താണ്ട് അതിനെ മുറിച്ചിട്ടിടാൻ അമ്മമ്മക്ക് സങ്കടമായി. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിറയെ മാംഗോ ഉണ്ടാകുന്ന ട്രീ അല്ലേ, അതുകൊണ്ട് റൂഫിൻ്റെ മേലെ ട്രീസ് വന്നാലും മോശം. ഒരു മലയാളത്തിലൊരു ചൊല്ലുണ്ട്, പൊന്ന് കായ്ക്കുന്ന മരമാണെങ്കിലും പുരക്ക് ചാഞ്ഞാൽ കൊത്തണം, വെട്ടണം, മുറിക്കണം എന്ന് കേട്ടാ. അപ്പം പക്ഷെങ്കിൽ അവൾക്ക് സങ്കടമായിട്ട് ഇവിടെ വന്ന ഒരാളോട് പറഞ്ഞ് അത് വിളിച്ചിട്ട് അങ്ങോട്ട് കൊന്ത മരത്തിനോട്ട് കെട്ടെ. മന്ദാരം കണ്ട അവിടെ മന്ദാരത്തിൻ്റെ ചെടി, ആ മന്ദാരത്തിൻ്റെ മരത്തിന് വിളിച്ച് കെട്ടാൻ പറഞ്ഞു. അങ്ങനെ അയാൾ മന്ദാരത്തിൻ്റെ മരത്തിന് വിളിച്ച് കെട്ടിയതാന്ന്. അതാണ്ട. അപ്പോൾ അത് റൂഫിന് പോകുന്നില്ല. എന്തിനാ റൂഫിന് പോകാണ്ട് നിർത്തിക്കുന്നേ അറിയോ? സ്നേക്കെല്ലാം ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ നിലത്തൂട്ട ട്രീൻ്റെ മേലൂട്ട വന്നിട്ട് ട്രീൻ്റെ ബ്രാഞ്ചിലൂട്ട കയറിയിട്ട് റൂഫിൻ്റെ മേലെ കയറി പോവും. അപ്പോൾ ഡേഞ്ചറല്ലേ. അതുകൊണ്ടാണ് റൂഫിന് മരം വരരുതെന്ന് പറഞ്ഞു കേട്ടാ. ഇത് കണ്ട വൈൽഡ് ലീവ്സാന്ന് കണ്ട, എന്ത് രസം. അതിൻ്റെ യെല്ലോ അവിടെ കാടാന്ന് കണ്ട. കാട് എന്ന് പറഞ്ഞാൽ ആ വീട്ടിൻ്റെ ആ സ്ഥലത്തിൻ്റെ ഓണർ ഉണ്ടല്ലോ, ആ ഓണർ ദൂരെ എവിടെയോ ആണ്. അപ്പോൾ അവർക്ക് വന്ന് നോക്കാൻ കഴിയില്ല ഈ സ്ഥലമൊന്നും. അങ്ങനെ അത് കാട് പിടിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ നോക്ക്, ആ കാട്ടിലൊരു നല്ല യെല്ലോ ഫ്ലവർ ഉണ്ടായിട്ടുണ്ട്. എന്ത് രസമാണ് ഫ്ലവർ കാണാൻ. ഞാൻ കാണിച്ചു തരാം. ഫ്ലവർ കണ്ട, യെല്ലോ ഫ്ലവേഴ്സ് നല്ല രസമുണ്ട്. ആ ഫ്ലവർ ഇങ്ങനെ നിറയെ ഉണ്ടായിട്ട് കണ്ട. നമ്മൾ പൂച്ചട്ടിയിലെല്ലാം വെച്ചിട്ട് പൂവെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അതിനെക്കാട്ടും ഭംഗി അതാ കാണാൻ തോന്നുന്നു എനിക്കല്ലേ. ഒന്നും ആരും നനക്കുകയും വേണ്ട, അതിന് ഒന്നും ചെയ്യണ്ട. പക്ഷെങ്കിൽ അതിങ്ങനെ നോക്ക്, എന്ത് രസത്തിലാണ് മേലെ. ആമ്പി വലിയ കുട്ടിയായി, ജോലിയെല്ലാം ആയി. ആമ്പി വീടെടുക്കുമ്പോൾ ഇല്ലേ, സ്വന്തമായിട്ട് നല്ലൊരു വീടെടുക്കുമ്പോൾ നിറയെ പ്ലാന്റ്സ് എല്ലാം നട്ടു വെക്കണം കേട്ടോ. എന്തെല്ലാം നടുക? ജാക്ക് ഫ്രൂട്ട്, പിന്നെ മാംഗോ, പിന്നെ ഡ്രം സ്റ്റിക്ക്, പിന്നെ പ്ലാന്റെയിൻ. പക്ഷെ ഞാൻ വെരി സാഡാ. എന്താ പോലെ?
മസ്കറ്റില് ഞാനൊരു പ്ലാന്റ് ഗ്രോ ചെയ്തിട്ട് അപ്രാവശ്യം ഞാൻ നാട്ടിൽ വന്ന് അപ്പൊ ആ പ്ലാന്റ് മോശമായിപ്പോയി ഉണങ്ങിയിട്ട്. നാട്ടിൽ വന്നാൽ 2 months എല്ലാം ലീവ് എടുത്ത് നാട്ടിൽ വരുമ്പോൾ ആരാതിനെല്ലാം വെള്ളം ഒഴിക്കുക? വെള്ളം ഒഴിക്കണ്ടേ ചെടിക്കല്ലോ, എന്നാലേ ഗ്രോ ചെയ്യൂ. മോള് നാട്ടിൽ വന്നിട്ട് ആരുമില്ലല്ലോ അതിന് വെള്ളം ഒഴിക്കേ അല്ലേ? അതുകൊണ്ടാ അമ്മമ്മക്ക് ഇഷ്ടമാണ് നിറയെ പ്ലാന്റ്സ്, പൂച്ചെടിയും ഗ്രീൻ ലീവ്സ് ഉള്ള നിറയെ ചെടി. അതുകൊണ്ട് ആ മാവിന് നിറയെ ഇത് ഇട്ടിട്ട് കണ്ട, മാവിന് നിറയെ സ്വിങ്ങിന്റെ കെട്ടല്ലേ? സ്വിങ്ങിന്റെ, അതെ അതെ അതെ. അത് ഞാൻ പറഞ്ഞുതരാം, അതിൻ്റെ സ്റ്റോറി പറഞ്ഞുതരാം. കിട്ടുന്നില്ലല്ലേ? മുകളിൽ താഴെ കിട്ടുന്നില്ല. സജ്ജനങ്ങളെ, ജഗജ്ജനനി മാതാ അമൃതാനന്ദ ദേവി ലോകത്തിനായിക്കൊണ്ട് അത്യപൂർവങ്ങളായുള്ള രത്നങ്ങളെ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അത്തരം കേരളം ഭാരതത്തിന് നൽകുന്ന ഏറ്റവും ഇളം തലമുറക്കാരിലെ മിന്നുന്ന പ്രഭയാണ് അമൃതാനന്ദമയി മഠത്തിലെ ശക്തി. നിങ്ങൾക്ക് ഏവർക്കും പരിചയമുള്ള ശക്തിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്.